നമുക്ക് നെഹ്മ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബിരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. ദൈവമക്കളെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇത് ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തിലെ ഇവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. മോവാബിരും അമ്മോന്യരും ഒരു നാളും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കരുതുന്നവൻ ദൈവമാണ് നമ്മളെ കരുതുന്നത്. ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നപ്പോൾ അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വർഷങ്ങൾ അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവം നോക്കുവാണ്, എന്റെ മക്കൾ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആരാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത്? ആരാണ് അവർക്ക് അപ്പം കൊടുക്കുന്നത്? അവരെ ആരാണ് സ്വീകരിക്കുന്നത്? അവർക്ക് വേണ്ടി കൈ ഉയർത്തുന്നത് ആരാണ് എന്ന് ദൈവം നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ദൈവം പറയുകയാണ്, മോവാബിരും അമ്മോന്യരും എന്റെ മക്കൾ ആ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്നു. അവർ യാത്ര ചെയ്ത് വിഷമിച്ച് അവർ വെള്ളമില്ലാതെ അവര് അലഞ്ഞു നടന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു വെള്ളവും അപ്പവും വെള്ളവും കൊണ്ട് ഇവർക്ക് അവരെ എതിരേറ്റ് വരേണ്ടതാണ്. പക്ഷേ അവരെ എതിരേറ്റ് വന്നില്ല എന്ന് ദൈവം അത് കുറിച്ചിടുകയാണ്. ദൈവം തന്റെ പുസ്തകത്തിൽ അത് കുറിച്ചിട്ടിട്ട് ദൈവം അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്ത ഒരു ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ലൂക്കോസ് 11-ാം അധ്യായത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അപ്പോ നിങ്ങൾ ഇങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്രയധികം. നമ്മള് ഈ ലോകത്തിലുള്ള മനുഷ്യരെ എല്ലാം ദൈവം പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ദോഷികളാണ്. നമ്മൾ ദോഷികളായ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് എപ്പോഴും നല്ല ദാനങ്ങൾ മാത്രം കൊടുക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എപ്പോഴും നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു മകൻ അപ്പം ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുകയില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയില്ല, അല്ല അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ മക്കളൊക്കെ മീൻ ചോദിച്ചാൽ അതിൽ പാമ്പിനെ കൊടുക്കുകയില്ല. നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് നമ്മൾക്ക് യാചിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മക്കളായിരിക്കണം. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഈ അവകാശങ്ങളൊക്കെ നമുക്ക് വാഗ്ദത്തപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി ഇരിക്കണമെന്നാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ഒന്നും ചോദിക്കണ്ട, ദൈവം നമുക്ക് തന്നിരിക്കും. ആ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോൾ അവർക്ക് അപ്പവും വെള്ളവും ആരാണ് കൊടുത്തത്? ദൈവമാണ്. പകൽ മേഘസംഭവവും രാത്രി അഗ്നിസംഭവം കൊണ്ട് അവരെ മരുഭൂമിയിൽ കൂടെ ദൈവം വഴിനടത്തി. അവർക്ക് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ചു. ആ ദൈവം ആരാണ്? നമ്മുടെ ദൈവമാണ്. ആ ദൈവം പറയുകയാണ്, നിന്റെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്രയധികം കൊടുക്കും. യെശയ്യാ 49-ാം അധ്യായത്തിൽ പറയുകയാണ്, 49:16 പറയുകയാണ്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൻ പ്രസവിച്ച മകനോട് കണ്ണ തോന്നാതിരിക്കുമോ? അവൻ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും അപ്പനും അമ്മയും തന്റെ മക്കളെ ചിലപ്പോൾ മറന്നുപോയിരിക്കും. അങ്ങനെ മറന്നുപോയി എങ്കിലും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല, കാരണം ഞാൻ നിന്റെ സൃഷ്ടാവാണ്. ഈ ലോകത്തിൽ പല അപ്പനും അമ്മയും വചനത്തിൽ വായിക്കുമ്പോൾ അവരെ മറന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഞാൻ സർക്കാത്ത ദൈവമാണ്. ഞാൻ നിന്നെ ഒരു നാളും നിന്നെ മറന്നു കഴിയില്ല. ഇതാ ഞാൻ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ നിന്നെ ഉള്ളംകൈയിൽ എന്ത് ചെയ്യുകയാണ്? വരച്ചിരിക്കുകയാണ്. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. നീ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു എങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല എന്ന്
ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സങ്കീർത്തനം 27-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ച് എന്നാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ അപ്പനും അമ്മയും ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചത് വചനത്തിൽ തന്നെ പറയുകയാണ്. എന്താണ്? എന്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ദാവീദ് പറയുകയാണ്, എന്റെ അപ്പനും അമ്മയും ഉണ്ടല്ലോ, അവരെന്നെ മറന്നു കളഞ്ഞു. ശൗമേല് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യാൻ വന്നപ്പോൾ ദാവീദിനെ ദൈവം മറന്നു കളഞ്ഞു. അപ്പനും അമ്മയും മറന്നു കളഞ്ഞു. ഓർത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം പറയുകയാണ്, ഈ ലോകത്തിലെ അവര് പലപ്പോഴും ആണെങ്കിലും അവർ തന്റെ മക്കളെ സ്നേഹിക്കുന്നു. പലപ്പോഴും ഈ ലോകത്തിലെ ദോഷികളായ മനുഷ്യർ അവരുടെ അപ്പനും അമ്മയും മക്കളെ ചിലപ്പോൾ മറന്നു കളയും. പക്ഷേ ഞാൻ നിന്നെ മറക്കുകയില്ല. നീ എന്നെ ആരാധിക്കുന്നുവെങ്കിൽ, നീ എന്നോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, നീ എന്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ, നീ ഒരു വിശുദ്ധനായി ജീവിക്കുന്നു എങ്കിൽ ഞാൻ നിനക്ക് നന്മകൾ തരുന്ന ദൈവമാണ്. ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ ദാവീദ് ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കണമെന്ന്. ദാവീദ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷേ അവന്റെ അപ്പനും അമ്മയും വിചാരിച്ചാൽ അവനെ ഇസ്രായേലിന്റെ രാജാവാക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ചോദിക്കുന്നതിനും നിരക്കുന്നതിനും അത്യന്തപരമായി നമ്മെ ദാവീദിനെ ആരാധിക്കുമ്പോൾ ദാവീദിന് വേണ്ടി ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. യോസഫിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ യോസഫ് ഒരിക്കലും ചോദിച്ചിട്ടില്ല ഞാൻ ഈജിപ്തിലെ രണ്ടാമനായിരിക്കണമെന്ന് അവൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. അവൻ ആ 12 മക്കളില്, ഹല്ലേലൂയ, 13 മക്കളില്, ഹല്ലേലൂയ, യോസഫിന് ഒരു സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ദൈവത്തോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. നമ്മൾ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ യോസഫ് സ്വപ്നങ്ങൾ കണ്ട് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന, ദൈവത്തിന്റെ മകനായി ദൈവത്തെ അധികം സ്നേഹിച്ച് കൊണ്ടിരുന്ന ഒരു പൈതലായിരുന്നു യോസഫ്. അവൻ യോസഫിന്റെ അപ്പനായ യാക്കോബ് വിചാരിച്ചാൽ അവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കുവാൻ കഴിയില്ല. മനുഷ്യന്റെ കരങ്ങൾക്ക് പരിധിയുണ്ട്, ദൈവത്തിന്റെ കരങ്ങൾക്കോ പരിധിയില്ല. അവൻ ആശ്രയിച്ചത് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ് അവൻ ആശ്രയിച്ചത്. അതുകൊണ്ട് യോസഫിനെ ഈജിപ്തിലെ രണ്ടാമനായി അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ആശ്രയിക്കുന്നത് ഈ ലോകത്തെ ദൈവത്തെയാണ്. നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം, ഹല്ലേലൂയ, മോവാബിനും അമ്മോനിനും ഒരു നാളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ ദൈവത്തോട് ചോദിക്കും. പക്ഷേ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും നമ്മൾ അത് ചോദിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ വീണ്ടും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ചിലപ്പോൾ അവര് ദൈവത്തിന്റെ വലിയ ദാസന്മാരായിരിക്കാം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ ദൈവം ഒരിക്കലും യേശുക്രിസ്തു ദൈവം എന്താണ് പറയുന്നത്? ഇസ്രായേൽ പരിശുദ്ധൻ അനുദപിക്കുമില്ല, ഹല്ലേലൂയ, വാക്കു മാറ്റുകയുമില്ല. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും വാക്കു മാറ്റും. വാക്കു മാറ്റാത്തവൻ ആരാണ്? അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് അറിയാവുന്നവനാണ് എന്റെ ദൈവം. അപ്പോ ദൈവം എന്നോട് പറയുകയാണ്, മകനെ നിനക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കരുത്, അതല്ല ദൈവമേ അത് വേണം എനിക്ക് എന്ന് നമ്മൾ ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ദോഷമായി തീരും. അതിന് 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തില് പറയുകയാണ്, അയ്യോ ഹിസ്കിയാവ് മരണകരമായ രോഗം വിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കുകയാണ്, അവൻ മരിച്ചു പോകുമെന്ന് പറയുകയാണ്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും യഥാഗ്രഹത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയാവിന് ദൈവത്തോട് ചോദിക്കുവാൻ വളരെ പ്രാഗൽഭ്യമുള്ള മനുഷ്യനാണ്. കാരണം വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ തിരുമുമ്പിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത മനുഷ്യനാണ്. ഓർക്കണം. അപ്പൊ അത്രയ്ക്കും ദൈവത്തിന് പ്രസാദമുള്ള
കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യന് എന്തുണ്ട്? ദൈവത്തിന് മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിന്ന് അവരോട് ചോദിക്കാം, ദൈവമേ എന്റെ ആയുസിനെ ദീർഘമാക്കണമെന്ന് അവരോട് ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരു അവകാശമുള്ള ഹിസ്കിയാവ് ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ആയുസ് എന്ത് ചെയ്യണം? നീട്ടിത്തരണം. ആ 15 വർഷം. പക്ഷെ അവന് ഏറ്റവും ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുമായിരുന്നു. അവന് ഏറ്റവും നല്ലത്. പക്ഷേ അവൻ വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ എനിക്ക് ഒരു 15 സംവത്സരം നീട്ടിത്തരണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം അവൻ എന്ത് ചെയ്തില്ല? അവൻ ദൈവത്തെ സേവിച്ചില്ല. ദൈവത്തെ സേവിക്കാതെ അത് നിമിത്തം അവന് നിഗളിച്ചുപോയി. ഹല്ലേലൂയ. അവൻ ദൈവത്തെ സ്നേഹിക്കാതെ അവന് ദൈവത്തിൽ നിഗളിച്ചുപോയി. അപ്പൊ ദൈവം ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം ദൈവത്തെ സേവിക്കാതെ അവൻ എന്ത് ചെയ്തു? നിഗളിച്ചുപോയി. അവൻ ദൈവത്തിന്റെ കോപം അവന് മേൽ ജ്വലിക്കുകയാണ്. ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം. ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം. അപ്പൊ നമ്മൾക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ കിട്ടിയ ഉപകാരത്തിനൊത്തവണ്ണം. എന്താണ് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയത്? ആ കിട്ടിയതിന് ഒത്തവണ്ണം, അത് നമ്മൾ മനസ്സിലാക്കിയതിന് ഒത്തവണ്ണം ദൈവത്തെ ആരാധിക്കണമെന്ന് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിൽ ഇവിടെ ദൈവം ഹിസ്കിയാവിന് ജീവിതത്തിലെ 15 നീട്ടിക്കൊടുത്തു. യുദ്ധം ചെയ്തപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ ശത്രുക്കളെ സംഹരിച്ച് അവൻ യുദ്ധത്തിൽ നിന്ന് അവന് വിജയം കൊടുത്തു. അപ്പൊ 2 കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഓൺ ദ സ്പോട്ട് എല്ലാം നടക്കുന്നു. അപ്പോൾ അവൻ നിഗളിച്ചു പോവുകയാണ്. ആ നിഗളിച്ചു പോയപ്പോൾ അവൻ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വരികയാണ്. പക്ഷേ അവന്റെ ആയുഷ്കാലത്തില് ദൈവം ആ പ്രതികാരം ജനം പ്രാർത്ഥിച്ചപ്പോൾ അത് ദൈവം മാറ്റിക്കളയുകയാണ്. പിന്നെ അവനൊരു മകനുണ്ടായി. ആ മനശ ഹല്ലേലൂയ ഇവൻ ഇടിച്ചു കളഞ്ഞ ബിംബങ്ങളെ മുഴുവനും ഇവൻ മനശ പണിയുകയാണ്. മനശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു. ആ പൂജാഗിരികളെ വീണ്ടും ഒരു മോശപ്പെട്ട ഒരു തലമുറ അവന് ഉളവായി. അത് മാത്രമല്ല അവൻ നിഗളിച്ചു പോവുകയും ചെയ്തു. അപ്പോ ദൈവം അവനോട് എന്താണ് പറഞ്ഞത്? മകനെ, നീ മരിച്ചു പോകും, നീന്റെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തോട് നീട്ടി ചോദിച്ചു. അവനത് നീട്ടി ചോദിച്ചപ്പോൾ അവന്റെ ജീവിതത്തില് അത് അനുഗ്രഹത്തിന് പകരം അത് ശാപമായി. അവന് നല്ലതിനായിരുന്നില്ല അത് വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ദൈവത്തോട് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അത് നമുക്ക് ഗുണത്തിന് പേരെ ദോഷമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തില് പറയുകയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ മോശയോട് ദൈവം പറയുകയാണ്. 31-ാം അധ്യായത്തില് ഇപ്പോൾ എനിക്ക് 120 വയസ്സായി, വരുവാൻ പോവാൻ എനിക്ക് കഴിഞ്ഞില്ല. യോർദാൻ നീ കടക്കുകയില്ല എന്ന്, ഈ യോർദാൻ നീ കടക്കുകയില്ല, നീ മരിച്ചു പോകും എന്ന് മോശയോട് ദൈവം പറയുകയാണ്. നീ ഈ യോർദാൻ കടക്കുകയില്ല, നീ മരിച്ചു പോകും, നിനക്ക് 120 വയസ്സായി എന്നൊക്കെ പറയുകയാണ്. പക്ഷേ മോശ ദൈവത്തെ എന്താണ് നന്നായിട്ട് അറിയുന്ന മോശ ദൈവത്തോട് ചോദിച്ചില്ല, എനിക്ക് ഒരു 10 വർഷം കൂടി എനിക്ക് ജീവിക്കണമെന്ന് ആരും ചോദിച്ചില്ല. മോശ ചോദിച്ചില്ല. കാരണം അങ്ങനെ വയസ്സ് നീട്ടി ചോദിച്ചാൽ, കാരണം ദൈവത്തിന് ഒരു വാക്കേ ഉള്ളൂ. നമ്മളോട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ, പക്ഷെ എന്റെ അടുത്ത് പലരും വന്ന് റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ആ വാക്ക് മാറ്റി പറയും. അതങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പറയും തെറ്റുപറ്റിപ്പോയി എന്ന് പറയും. പക്ഷെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഇന്നലെയും ഇന്നും നാളെയും ദൈവം ആ ദൈവത്തിന്റെ സ്വഭാവത്തെ നല്ലവണ്ണം അറിയാവുന്ന മോശ എന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. അവൻ തന്റെ ജീവിതം ക്രമപ്പെടുത്തുകയാണ്. ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് അവന്റെ ജീവിതത്തിൽ അവൻ ക്രമപ്പെടുത്തുകയാണ്. അപ്പോ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറ്റരുത്. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ഒരിക്കൽ കേട്ടാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കരുത്. അങ്ങനെ നമ്മൾ വ്യതിചലിച്ചാൽ ദൈവം നമ്മോട് ഹല്ലേലൂയ നമുക്ക് നല്ലതല്ല എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
മോവാബിനും അമ്മോന്യരും ആരാണ്? ലോത്തിന്റെ വംശപാരമ്പര്യമാണ് മോവാബിനും അമ്മോന്യരും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ അത് മോവാബിനെയും ലോത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി 2 ദൂതന്മാര് അവിടെ സോദോമിലെത്തി. എന്തിനാണ് 2 ദൂതന്മാർ സോദോമിലെത്തിയത്? സോദോമിനെ പറ്റിയുള്ള പാപം ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ടു ഇൻവെസ്റ്റിഗേറ്റ് സോദോമിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി 2 ദൂതന്മാർ അവിടെ എത്തി. അത് മാത്രമല്ല, ലോത്ത് കുടുംബത്തെ അവിടെ നിന്ന് രക്ഷിക്കണം. ലോത്ത് കുടുംബത്തെ അവിടെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ ആ ലോത്തിനെ ആ സോദോമിനെ നശിപ്പിക്കണം. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ 2 ദൂതന്മാരിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സോദോമിനെ നശിപ്പിക്കുക, ലോത്തിനെ കുടുംബത്തെയും അവിടെ നിന്ന് വിടുവിക്കുക. ഈ കേട്ട കാര്യങ്ങൾ സത്യമാണോ എന്ന് ഗോ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് വാട്ട് ഹാപ്പൻഡ് ദേർ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ പോയി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആ ദൂതന്മാർ അവിടെ എത്തുകയാണ്. ആ ദൂതന്മാർ അവിടെ എത്തിയപ്പോൾ ഹല്ലേലൂയ അവരോട് ദൈവം പറയുകയാണ്, ദൈവം ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കുകയും വരുത്, നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. ദൈവം പറയുകയാണ്, ലോത്തിനോട് പറയുകയാണ്, നീ ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറയുകയാണ്. അപ്പോ ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവൻ രക്ഷിപ്പാൻ എനിക്ക് അവിടുന്ന് കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിലേക്ക് ഓടിപ്പോവാൻ എനിക്ക് കഴിയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരിക്കാതെ ഈ പട്ടണത്തിലേക്ക് സമീപമായി ആ പർവ്വതത്തിലേക്ക് പോകുവാൻ എനിക്ക് കഴിയില്ല, ഞാൻ ഈ പട്ടണത്തിലേക്ക് പോകട്ടെ എന്ന് പറയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ഉൽപ്പത്തി നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ഏദം തോട്ടത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്കുള്ളത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയതല്ല ദൈവം, എല്ലാം ഒരുക്കിയതിനു ശേഷം എല്ലാം ഒരുക്കിയതിനു ശേഷമാണ് സൃഷ്ടിച്ചത്. ഇവിടെ പർവ്വതത്തില് ലോത്തിനും കുടുംബത്തിനും വേണ്ടിയുള്ള എല്ലാം ഒരുക്കി, 2 പെൺമക്കൾക്കും വേണ്ടിയുള്ളത് എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവരോട് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? നീ ആ പർവ്വതത്തിലേക്ക് പോകുക, അവിടെ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ലോത്ത് എന്ത് ചെയ്തു? ദൈവത്തിന്റെ അനുഗ്രഹത്തെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ലോത്ത് പറയുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ശക്തിയില്ല. ദൈവമാണ് ശക്തി നൽകുന്നത്. ഹല്ലേലൂയ. ദൈവമാണ് ശക്തി നൽകുന്നത്. ദൈവം നമ്മെ നിർത്തിയാൽ ആർക്ക് അവിടെ മാറ്റുവാനാണ്? ഹല്ലേലൂയ. ദൈവമാണ് ശക്തി നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ബാലന്മാര് തീ ചൂളയിൽ കിടന്നപ്പോൾ 3-ാമനായി ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, 4-ാമനായി അവരെ രക്ഷിച്ച ദൈവമാണ്. അപ്പോൾ നമ്മൾ എവിടെയും ദൈവത്തിന് ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. അപ്പോ ആ ദൈവം അവന് വേണ്ടി എല്ലാം പർവ്വതത്തിൽ ഒരുക്കിയിട്ട് ലോത്തിനോട് പറയുകയാണ്, മകനെ ലോത്തേ, നീ ആ പർവ്വതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ലോത്ത് പറയുകയാണ്, ആ പർവ്വതത്തിലേക്ക് പോകുവാൻ എനിക്ക് ശക്തിയില്ല, ഞാൻ ഈ പട്ടണത്തിലേക്ക് പോട്ടെ. അവിടെ ഗുഹയിൽ പെന്ന 2 പെൺമക്കളും ലോത്തുമായി താമസിച്ചു. ഹല്ലേലൂയ. ശപിക്കപ്പെട്ട 2 തലമുറകൾ അവിടെ ഉളവാകുകയാണ്. മോവാബിനും അമ്മോന്യരും എന്ന 2 ശപിക്കപ്പെട്ട തലമുറ ആ ഭാഗത്ത് ഉളവാകുന്നതായി നമ്മൾ കാണുകയാണ്. ദൈവമക്കളെ, ദൈവം ഒരിക്കലേ പറയുകയുള്ളൂ, ദൈവം ഒരിക്കലേ സംസാരിക്കുകയുള്ളൂ, ദൈവം ഒരിക്കലേ സംസാരിക്കുകയുള്ളൂ. അവൻ സംസാരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ പഠിപ്പിക്കുവാൻ നോക്കരുത്, ദൈവത്തെ നമ്മൾ പഠിപ്പിക്കുവാൻ നോക്കരുത്. വീണ്ടും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വാക്ക് മാറ്റുവാൻ ഹല്ലേലൂയ ഒരിക്കലും നമ്മൾ ദൈവത്തോട് യാചിക്കരുത്. ദൈവം ഒരിക്കൽ പറയും, പിന്നെ നമ്മൾ നിർബന്ധിച്ചാൽ ദൈവം പറയും, നിന്റെ ഇഷ്ടം പൊക്കോ, നിന്റെ ഇഷ്ടം പോലെ നീ പോണോ. നീ വചനത്തിൽ കാണാം, പോട്ടെ ഇവിടെ പോകണ്ട എന്ന് പറഞ്ഞില്ല, പൊക്കോ. പക്ഷേ തലമുറയ്ക്ക് വേണ്ടിയാണ് അവർ ഈ ചെയ്യുന്നതെല്ലാം. അവരുടെ തലമുറ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധി ഒരു നാളും പ്രവേശിക്കരുത്, ഒരു നാളും ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ വരിക പോലും ചെയ്യരുത്. അങ്ങനെ ഒരു ശപിക്കപ്പെട്ട തലമുറ ആരെ ഉണ്ടാക്കി? ദൈവമെല്ലാം ശ്രേഷ്ഠമായത് നമുക്ക് ഒരുക്കി തന്നിട്ട് നമ്മളോട് പറയുകയാണ്, മകനെ നീ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവര് പോവുക എന്ന് പറഞ്ഞപ്പോൾ പോകാതെ അവന്റെ ബുദ്ധിക്ക്, മനുഷ്യന്റെ ബുദ്ധി എന്താണുള്ളത്? ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവരുടെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത
സർവശക്തനായ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ ജ്ഞാനം എന്തുണ്ട്? അവൻ ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ ദൈവത്തെ പരീക്ഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്ത് പറ്റി? വലിയ തകർച്ചയുണ്ടായി. ഒരിക്കൽ ദൈവം ഒരിക്കലേ സംസാരിക്കും. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു, പക്ഷേ മോശയോട് പറഞ്ഞപ്പോൾ മോശ അത് കേട്ടു, യോശുവോട് പറഞ്ഞപ്പോൾ യോശു അത് കേട്ടു. ഹല്ലേലൂയ. തിരിച്ചു ചോദിച്ചില്ല. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം വന്നിട്ട് പറയുകയാണ്, മകനെ നീ ഇന്ന് മരിച്ചു പോകും എന്ന് പറയുമ്പോൾ ഇന്ന് നീ മരിച്ചു പോകുവാണ്, നിന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തണമെന്ന് ദൈവം വന്ന് പറഞ്ഞാൽ നമ്മൾ പറയരുത്, കർത്താവ് എന്റെ കൊച്ചിന്റെ കാര്യം ശരിയാക്കണം, അല്ലെങ്കിൽ എന്റെ മക്കളുടെ കാര്യം ശരിയാക്കണം, എന്റെ ബാങ്കിലെ കാര്യം ശരിയാക്കണം, എനിക്ക് കുറച്ച് സമയം താട്ടെ എന്ന് പറയുവാൻ നമ്മൾ ഒരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ ജീവിതം ചിലപ്പോൾ ദൈവം തന്നു എന്ന് വരും, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ കയ്പായിട്ട് മാറും. ഹല്ലേലൂയ. അതാണ് ഏതൊരു ദൈവഭക്തനും അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ചോദിക്കേണ്ടത്, കർത്താവേ എനിക്ക് നല്ലൊരു അന്ത്യം തരണം. ഹല്ലേലൂയ. എന്റെ നാളെ എത്രയെന്ന് നീ എന്നെ അറിയിക്കണം. അവസാനത്തെ നീ എന്നെ അറിയിക്കണം. ആ സമയത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ദൈവം പറയും, മകനെ നീ നീ വീട്ടുകാര്യങ്ങളെല്ലാം നീ ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോകും എന്ന് പറയും. അങ്ങനെ അത് നമ്മുടെ ദൈവത്തിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ നിൽക്കുന്നു എങ്കിൽ നമ്മൾ വളരെ ഭാഗ്യവാന്മുള്ളവരാണ്. ദൈവത്തോട് നമ്മൾ അതാണ് ചോദിക്കുന്നത്, കർത്താവേ ഞാൻ മരിക്കുമ്പോൾ മുമ്പ് ദൈവമേ നീ എന്നെ അറിയിക്കണമേ, ദൈവത്തിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. നമുക്ക് ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉളവാവണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അവസരങ്ങളെ തരും. അങ്ങനെ നമ്മൾ ആ വീട്ടുകാര്യം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമമാക്കും. അത് നമ്മുടെ മോശ ക്രമമാക്കി, യോശുവ ക്രമമാക്കി. യേശു കർത്താവ് യോഹന്നാനുസ്വാരം 13 മുതൽ പറയുകയാണ്, ഞാനിതാ പോകുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം എന്ന് പറഞ്ഞ യേശു കർത്താവ് പറയുകയാണ്, ഞാനിതാ പോകുന്നു. അപ്പൊ യേശുവിനറിയാം ഞാൻ പോകുന്ന വിധം. ഹല്ലേലൂയ. മോശയ്ക്ക് അറിയാൻ പോകുന്ന വിധം, യോശുവയ്ക്ക് അറിയാൻ പോകുന്ന വിധം. ദൈവമക്കൾക്ക് വിശുദ്ധന്മാരൊക്കെ ദൈവം അവരോട് സംസാരിക്കും. ഹല്ലേലൂയ. ഏലിയാവിനറിയാം. ഏലിയാവ് പറയാണ്, ദൈവം എന്നെ എടുക്കും. ഹല്ലേലൂയ. ജീവനോടെ എടുക്കും. അന്നേരം നീ കാണുവാണെങ്കിൽ എലീശയെ നിനക്ക് ഇരട്ടി പ്രതിഫലം തരുവാൻ ദൈവം ചോദിച്ചു. അപ്പോ ഈ ദൈവത്തിന്റെ പഴയ ദൈവ വിശുദ്ധന്മാർക്കൊക്കെ അവരുടെ ജീവിതകാലം അറിയാം. ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ ജീവിതകാലം തീരാൻ പോകുന്നു. ഹല്ലേലൂയ. ശലോമോനെ വിളിച്ച് ശലോമോനെ അനുഗ്രഹിക്കുകയാണ് ദൈവം. ദാവീദ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ അവരോടൊക്കെ ദൈവം പറഞ്ഞു, നിന്റെ വീടുകാര്യം ക്രമപ്പെടുത്തുക എന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ദൈവത്തിന്റെ മകനായിട്ടിരിക്കണം. പക്ഷെ മകനായിട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. അങ്ങനെ പറ്റിച്ചേർന്ന് ഇരുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടൂല. പക്ഷേ ലോകം നോക്കുമ്പോൾ ഞാൻ മകനാണ്, വിശ്വാസിയാണ്, ദൈവമക്കളാണ്. പക്ഷെ നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ നാം യഥാസ്ഥാനത്താണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യാക്കോബ് തന്റെ മൂത്ത പുത്രനായ രൂബേനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. രൂബേനെ വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ എന്റെ ആദ്യ വീരവും എന്റെ ശക്തിയുടെ ആദ്യബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല. അപ്പൊ മൂത്ത മകനെ വിളിച്ചിട്ട് ദൈവം ശപിക്കുകയാണ്. യാക്കോബ് ശപിക്കുകയാണ്. മൂത്ത മകന്റെ പഴയ നിയമത്തിലെ പ്രത്യേകത, അവന് അവകാശം 2 ഇരട്ടിയാണ്. കാരണം എനിക്ക് 3 മകൻ ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്ക് 3 മകൻ ഉണ്ടെങ്കിൽ എന്റെ സ്വത്ത് 4 ആയിട്ട് ഭാഗിക്കും. 4 ആയിട്ട് ഭാഗിച്ചിട്ട് 2 ഭാഗം ഒരു മകൻ മൂത്തമന് കൊടുക്കും. ബാക്കിയുള്ള 2 ഭാഗം ബാക്കിയുള്ള 2 പേർക്ക്. അങ്ങനെ ഇരട്ടി പങ്കാണ് മൂത്തവൻ. ഇരട്ടി പങ്ക്. പിന്നെ അപ്പന്റെ കാലശേഷം ഭവനത്തിന്റെ അവകാശം. അങ്ങനെ എല്ലാ അവകാശവുമുള്ള
ഹല്ലേലൂയ. ആദ്യജാതനായ രൂബേനെ യാക്കോബ് വിളിച്ച് ഇത്രയും അനുഗ്രഹം കൊടുക്കേണ്ട യാക്കോബിനെ രൂബേനെ വിളിച്ചിട്ട് അപ്പൻ ശപിക്കുക, നീ ശ്രേഷ്ഠനാകയില്ല. നമ്മൾ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഹല്ലേലൂയ, ഈ ലോകത്തിലെ നമ്മളാരും നമ്മുടെ മക്കള് എത്ര മോശപ്പെട്ടവനാണെങ്കിലും അവനോട് പറയില്ല നീ ശ്രേഷ്ഠനാകയില്ല എന്ന് പറയില്ല. പക്ഷേ ഇവിടെ യാക്കോബ് പറയുകയാണ്, യാക്കോബ് അത് ദൈവത്തിന്റെ അതിന്റെ പ്രവൃത്തി പോലെയാണ്. ഹല്ലേലൂയ. രൂബേൻ അവൻ പാപം ചെയ്തു പോയി, ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. അപ്പോൾ ദൈവത്തിന് അവനെ അനുഗ്രഹിക്കുവാൻ പറ്റില്ല. യാക്കോബ് അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. യാക്കോബിലൂടെ ദൈവമാണ് സംസാരിക്കുന്നത്. യാക്കോബ് നോക്കിയപ്പോൾ രൂബേന്റെ ഹൃദയത്തെ ഞാൻ അവനെ തൂക്കി നോക്കി, അവൻ കുറവുള്ളവനായി കാണുന്നു. ദൈവം രൂബേനെ തൂക്കി നോക്കിയപ്പോൾ രൂബേൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുറവുള്ളവനായി നിൽക്കുകയാണ്. ഇരട്ടി പങ്ക് കിട്ടേണ്ടവനാണ്, ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടേണ്ടവനാണ്. അങ്ങനെ അത്രയും അനുഗ്രഹം കിട്ടേണ്ടവന് എല്ലാം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ലേവിയെയും ശിമിയോനെയും യാക്കോബ് വിളിച്ചിട്ട് അവര് എന്താണ് യാക്കോബ് ചെയ്ത ഉടമ്പടിയെ അവര് ലംഘിച്ചു. അവരെയും യാക്കോബ് അനുഗ്രഹിച്ചില്ല. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ശരിയായ അനുഗ്രഹം കിട്ടിയത് യോസഫിനാണ്. യോസഫിന്റെ പ്രത്യേകത, അവൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു. ദൈവം എപ്പോഴും അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വപ്നങ്ങളെ കാണുന്നത്. സ്വപ്നത്തിൽ ദൈവം യോസഫിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ദൈവത്തിന്റെ മകനാണെങ്കിൽ നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെയും കൂടി അനുഗ്രഹിക്കും. മക്കളെയും കൂടി യോസഫിനെ മക്കളായ എഫ്രൈമെയും മനശ്ശയെയും വിളിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണ്. എഫ്രൈം എന്താണ്? വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും യുദ്ധം ചെയ്യുവാൻ അമ്പെയ്യുവാൻ പ്രാഗൽഭ്യമുള്ള എഫ്രൈം. അപ്പൊ മനശ്ശയെയും എബ്രേയരെയും ആരനുഗ്രഹിച്ചു? യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. അപ്പോ നമ്മൾ ദൈവഭാഗത്താണെങ്കിൽ നമ്മളെ മാത്രമല്ല നമ്മുടെ ദൈവമാണ്. അപ്പോ നമ്മൾ തെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ. മൂത്ത സന്തതിയാണെന്ന് വിചാരിച്ച് നമുക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല. ദാവീദിന്റെ മൂത്തമകനല്ല സലോമോൻ. ദാവീദിന്റെ മൂത്തമകൻ ആരാണ്? അമ്നോനാണ് ദാവീദിന്റെ മൂത്തമകൻ. അപ്പൊ ദാവീദിന്റെ മൂത്തമനായ അമ്നോനെയാണ് രാജാവാക്കി വാഴിക്കേണ്ടത്. പക്ഷേ അമ്നോന് താമറുമായുള്ള ബന്ധത്തിൽ അവൻ തെറ്റ് ചെയ്തു പോയി. തെറ്റ് ചെയ്തപ്പോൾ അബ്സലോം അവനെ കൊന്നു. അബ്സലോമും മരിക്കപ്പെട്ടു. അപ്പോ അമ്നോൻ മരിച്ചു, അബ്സലോം മരിച്ചുപോയി. ഹല്ലേലൂയ. ബത്ശേബയിലുണ്ടായ കുട്ടി മരിച്ചുപോയി. ഹല്ലേലൂയ. പിന്നെ അദോനിയാവിനെ സലോമോൻ കൊന്നുകളഞ്ഞു, പ്രോസിക്യൂട്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ ഈ മൂത്തമകനായ അവന് കിട്ടേണ്ട അനുഗ്രഹം ഇവിടെ കിട്ടിയില്ല. എന്താണ്? അവൻ തെറ്റ് ചെയ്തു പോയി. അത് 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ നമ്മൾ അതെല്ലാം നമുക്ക് കാണുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ബിലിയാമിനെ പറ്റി പറയുകയാണ്. 22-ാം അധ്യായത്തിൽ ബിലിയാമിനോട് ദൈവം പറയുകയാണ്, ദൈവം ബിലിയാമിന്റെ അടുക്കൽ വന്നു, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറയുന്ന ബിലിയാം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വളരെ പ്രസിദ്ധനായ ദൈവത്തിന്റെ ദാസനാണ്. ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വളരെ പ്രസിദ്ധനായ ദാസനാണ് ബിലിയാം അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടു, ബിലിയാം ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ബിലിയാമിന്റെ പ്രസക്തി അയൽ രാജ്യങ്ങളിൽ മുഴുവനും പ്രസിദ്ധമാണ്. ബിലിയാമിന്റെ പ്രസക്തി. അപ്പൊ ബാലാക്ക് രാജാവ് ഈ ബിലിയാമിനെ പറ്റി കേട്ടു. ബിലിയാമിനെ പറ്റി കേട്ടിട്ട് ബിലിയാമിനെ ഇസ്രായേൽ മക്കളെ ശപിക്കുന്നതിന് വേണ്ടി ബിലിയാമിനെ വിളിക്കുകയാണ്. അപ്പൊ ദൈവം ബിലിയാമിന്റെ അടുക്കൽ വന്നു, നിന്നോടുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. ദൈവം ചോദിക്കുകയാണ്, നിന്നോട് കൂടെ ഉള്ള ഈ മനുഷ്യൻ, ഈ വീട്ടിൽ വന്നിരിക്കുന്ന ഈ മനുഷ്യന് ആര്? ബാലാക്ക് രാജാവ് വിട്ടിരിക്കുകയാണ് ഈ ബിലിയാമിനെ വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ശപിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ശപിക്കാനായിട്ട് വേറെ ആരെങ്കിലും വിളിച്ച് നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ വളർത്തി വലുതാക്കിയ ദൈവത്തിന്റെ മക്കളെ ശപിക്കാനായിട്ട് വേറെ ഒരു മകനെ വിളിക്കുകയാണ്. ബിലിയാം ആരാണ്? ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ വിശ്വസ്ത സേവകനാണ്, ദൈവത്തിന്റെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് ബിലിയാം. അവൻ ശപിക്കുന്നവനെ ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു,
അവൻ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ബാലാക്ക് രാജാവിന്റെ ഒരു കേൾവി കേട്ടു. അതുകൊണ്ട് ബാലാക്ക് രാജാവ് ഇവരെന്താണ്, ഇവരിറങ്ങുന്നവരെ കാള പുല്ല് തിന്നുന്നത് പോലെ അവരെ നശിപ്പിച്ച് കളയുന്നു. ഇസ്രായേൽ ജനം ഇറങ്ങുന്നവരൊക്കെ എന്ത് ചെയ്യാണ്? നശിപ്പിച്ച് കളയുക. കാള പുല്ല് തിന്നുന്നത് പോലെ അവർ നക്കിക്കളയുകയാണ്. അങ്ങനെയുള്ള ആ ഇസ്രായേൽ ജനം വരുന്നു. നീ എന്ത് ചെയ്യണം? ബിലിയാമേ, ഹല്ലേലൂയ, നീ വന്ന് അവരെ എന്ത് ചെയ്യണം? ശപിക്കണമെന്ന് പറയുകയാണ്. അവരെ വീട്ടിൽ വന്നപ്പോൾ ദൈവം വന്നിട്ട് ബിലിയാമിനോട് ചോദിക്കുകയാണ്, മകനെ, നിന്റെ ഈ വീട്ടിൽ വന്നിരിക്കുന്ന ആൾ ആരാണ്? ആരാണ്? ബിലിയാം ദൈവത്തോട്, ഈ ജനം ഇസ്രായേലിന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ കൂടിയിരിക്കും, നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചുകളയുവാൻ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞു. നീ അവരോടുകൂടെ പോകരുത്, ഈ ജനത്തെ ശപിക്കുകയുമരുത്. ദൈവം പറയാണ്, നീ അവരോടുകൂടെ പോകരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം ഇസ്രായേൽ മക്കൾ ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇസ്രായേൽ മക്കളെ എങ്ങനെ അനുഗ്രഹിക്കണമെന്നാണ് മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്. നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അഹ്റോനോട് പറയാനായിട്ട് മോശ പറയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്? യഹോവ തിരുമുഖം ഉയർത്തി എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവർ നമ്മെ ജീവനോട് രക്ഷിക്കേണ്ടതിനും നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളും സംഖ്യാപുസ്തകം 6:24 യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം. അപ്പോ ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് സമാധാനം വേണം, ഇസ്രായേൽ മക്കൾക്ക് കൃപ വേണം, അതിന്റെ പ്രൊട്ടക്ഷൻ, അവരുടെ എന്താണ്? അനുഗ്രഹം. 3 അനുഗ്രഹമാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സംരക്ഷണം, പ്രൊട്ടക്ഷനാണ്, അവരെ കാക്കണം, തിരിച്ചും അവരെ കാക്കണം. 1, 2 ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഗ്രേസ്. 3 അവന്റെ സമാധാനം. ഞാൻ എന്റെ സമാധാനം നിനക്ക് തന്നേച്ചു പോകുന്നതെന്നാണ് യേശു പറഞ്ഞത്. അതേപോലെ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കണമെന്ന് മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്. നീ പോയി ആരോട് പറയണം? അഹ്റോനോട് പറയണം. അഹ്റോനാണ് പുരോഹിതൻ. അഹ്റോനെ ഇങ്ങനെ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം എന്ന്. സംരക്ഷണം വേണം, ഹല്ലേലൂയ, കൃപ വേണം, സമാധാനം കൊടുക്കണം, സമ്പത്ത് കൊടുക്കുവാൻ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തിലും സമ്പത്ത് കൊടുക്കുവാനായിട്ട് ദൈവം പറയുന്നില്ല. ഈ ലോകത്തിൽ ദൈവങ്ങൾക്ക് അവരുടെ ദിനപ്രതിയുള്ള ഭക്ഷണം, ഡെയിലി ഫുഡാണ് ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ, വലിയ സമ്പത്താവുന്നത് അല്ല. ദൈവം നമുക്ക് പറയുന്നത്, യേശു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ദൈവം നമുക്ക് തരുന്നത് സമാധാനമാണ്. ഇവിടെ ബിലിയാമിനോട് പറയുകയാണ്, നീ അവരോടുകൂടെ പോകരുത്, ഈ ജനത്തെ ശപിക്കുകയും അരുത്. അപ്പോ ഈ ജനത്തെ ശപിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകരുത് എന്ന് പറയും. വീണ്ടും ബിലിയാം പിറ്റേ ദിവസം വേണ്ടി പറയുകയാണ്, ദൈവമേ, ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പൊക്കോളാൻ. ആദ്യം എന്ത് പറഞ്ഞു? പോകണ്ട. അതാണ് ദൈവത്തിന്റെ വില്ല്. ദൈവം ഒരിക്കലേ പറയുകയുള്ളൂ. വീണ്ടും നമ്മൾ ദൈവത്തെ നിർബന്ധിച്ചാൽ, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ട്, നമ്മുടെ ഒരു രോഗമുണ്ട്, എനിക്കൊരു രോഗം, ഞാൻ ദൈവദാസനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണ്, രോഗം മാറുക എന്നുള്ളത് എന്റെ ഒരു അവകാശമാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എന്റെ ഈ രോഗം ഒന്ന് മാറ്റി തരണം, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ വളരെ കാലം നിനക്ക് വേണ്ടി വേല ചെയ്തതാണ്, എന്റെ ഓർമ്മ അല്ലെ എന്റെ കൊച്ചിന്റെ ഇതൊന്ന് മാറ്റി തരണം എന്ന് പറയുകയാണ്. പക്ഷേ ദൈവം പറയാണ്, എന്റെ കൃപ നിനക്ക് മതി, നീ മാറ്റ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, അന്ന് പറയുവാണെങ്കിൽ വീണ്ടും നമ്മൾ ചോദിക്കരുത്. വീണ്ടും നമ്മൾ ഫാസ്റ്റ് ചെയ്ത് ദൈവത്തോട് ചോദിക്കരുത്. അത് ശലോമോന് ഇതുപോലെ ദൈവം ഒരു രോഗമോ എന്തെങ്കിലും ഒരു ദൗർബല്യമോ അവന് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ കണ്ടേ. ദൈവം അവനെ ചോദിച്ചതെല്ലാം അവന് കൊടുത്തു. അവൻ നിഗളിച്ചു പോയി. ഹല്ലേലൂയ. അന്യജാതിക്കാരിയായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത് പറഞ്ഞിട്ട് അവൻ ഫറവോന്റെ മകളെ വരെയും വിവാഹം കഴിച്ചു. ഹല്ലേലൂയ. 700 ഭാര്യമാരും 300 വെപ്പാട്ടികളുമായി 1000 ഭാര്യമാരുമായി അവൻ ജീവിക്കുകയാണ്. ഹല്ലേലൂയ.
അവന്റെ പ്രായാധിക്യത്തിൽ യൗവനത്തിൽ അവൻ ദൈവത്തെ ആരാധിച്ചു, പ്രായാധിക്യത്തിലോ അവന്റെ ഭാര്യമാരെ അവനെ വശീകരിച്ച് അവനെ ബിംബാരാധനയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തെ ആരാധിച്ച് 2 പ്രാവശ്യം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് ദൈവം ഒരു അനുഗ്രഹങ്ങളെ കൊടുത്ത ശലോമോൻ നഷ്ടപ്പെട്ടു, തകർന്നുപോയി. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഒരു പ്രാവശ്യം നമ്മൾ കേട്ടു എങ്കിൽ വീണ്ടും നമ്മൾ ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് അവകാശം. ബിലെയാം ചോദിച്ചു, അതവന് നഷ്ടമായി തീർന്നു. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവന് പറയുകയാണ്, ആ പ്രശ്നക്കാരനായ അവർ വാളുകൊണ്ട് കൊന്നവരുടെ കൂട്ടത്തിൽ ഈ പ്രശ്നക്കാരനായ ബിലെയാമിനെയും അവൻ കൊന്നുകളഞ്ഞു. അവൻ ദൈവദാസനാണ്. ഇവിടെ ഈ ദൈവദാസൻ എന്തായി തീർന്നു? പ്രശ്നക്കാരനായ ദൈവദാസൻ അവനെ വാളുകൊണ്ട് കൊന്നു. അപ്പൊ അവന്റെ ജീവിതം എത്ര തകർന്നു. അവൻ പാതാളത്തിന് അടിമയായി തീർന്നു. നമ്മൾ ആ പണത്തിന് വേണ്ടി ദൈവം പറഞ്ഞത് കേൾക്കാതെ ദൈവത്തെക്കാൾ ഉപരിയായി അവൻ പണത്തെ സ്നേഹിച്ചു. ആ പണത്തിനും പുറകെ അവൻ പോയപ്പോൾ അവന്റെ ജീവിതത്തില് അവൻ തകർച്ചയാണ് ജീവിച്ചത്. അവൻ പാതാളത്തിന് അടിമയായി തീർന്നു. ഹല്ലേലൂയ. എത്ര വലിയ ദൈവദാസനാണെങ്കിലും ഈ ലോകത്തിലെ ഏത് മനുഷ്യനാണെങ്കിലും അവൻ ദൈവത്തെക്കാൾ ഉപരിയായി ഏതിനെങ്കിലും സ്നേഹിച്ചാൽ ദൈവത്തിന് അത് സാധമല്ല. ദൈവം നമ്മളോട് ഒരിക്കലേ പറയൂ. അതാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതയാത്രയില് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. തന്നെ ഒന്ന് വിട്ടുപോയി. ഹല്ലേലൂയ. എനിക്ക് ജഡത്തില് ഒരു ശൂലം തന്നിരിക്കുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കരുത്, എന്നെ കുത്തുവാൻ സാത്താന ദൂതന് തന്നെ എന്ന് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു. 3 വട്ടം അപ്പോസ്തലനായ പൗലോസ്. ആരാണ് അപ്പോസ്തലനായ പൗലോസ്? ഹല്ലേലൂയ. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം ശ്രദ്ധയോടെ പഠിച്ച അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗ്ഗത്തോളം ഇടുക്കപ്പെട്ട് ഹല്ലേലൂയ സ്വർഗീയ ദർശനങ്ങളെ കണ്ട് തിരിച്ചു വന്ന പൗലോസ് അരാമ്യ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും പണ്ഡിതനായ പൗലോസ് അവൻ 3 മിഷണറി യാത്ര ചെയ്ത പൗലോസ് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ മിഷണറി യാത്ര ചെയ്ത് വളരെ സഭകൾ സ്ഥാപിച്ച ആ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം അത്രയും തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ കൊണ്ടിട്ടാൽ പ്രാർത്ഥിക്കേണ്ട ഒരു രോഗിക്ക് വേണ്ടി താൻ ഉപയോഗിച്ച വസ്ത്രം, ആ വസ്ത്രത്തിന് തൊങ്ങൽ കൊണ്ടിട്ടാൽ രോഗി എന്ത് ചെയ്യും? സൗഖ്യം വരും. അത്രയ്ക്കും ജ്വലിക്കുന്ന ദൈവദാസനാണ് പൗലോസ്. ഹല്ലേലൂയ. മരിച്ച യുത്തിക്കോസിനെ പൗലോസ് ഇറങ്ങി വന്ന് യുത്തിക്കോസിനെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ആ മരിച്ചുവരെ ജീവിപ്പിക്കുന്നവനാണ് പൗലോസ്. തന്റെ വസ്ത്രം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, തന്റെ സാന്നിധ്യം മതി, തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാ മതി. തന്റെ വസ്ത്രത്തിന്റെ അത്രയ്ക്കും അവൻ നടന്നു പോകുമ്പോൾ ഡിവൈൻ പവറാണ് അവന്റെ ചുറ്റും. ആ ദൈവികമായ ചൈതന്യം കൊണ്ട് നീങ്ങുന്ന പൗലോസ്, സ്വർഗീയ ദർശനങ്ങളെ കണ്ട പൗലോസ്, ആ പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ ഒരു ദൈവദാസനെന്ന് പോലും, ഒരു ശിഷ്യനെന്ന് പോലും എന്നെ വിളിക്കരുത്. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച്. എങ്കിലും ഞാനാകുന്നത് ഒന്ന് വായിച്ചു. കൊരിന്ത്യർ 15:10. പൗലോസ് പറയാണ്, ഞാൻ ആകുന്നത്, ഞാനിപ്പോ ഈ ആയിരിക്കുന്നുണ്ടല്ലോ, അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാനാകും, എന്റെ ഒരു കഴിവല്ല. ഞാൻ അതിന് മുമ്പില് പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അതിനുശേഷം ഏകദേശം 500ഓളം പേർക്കും പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിലാണ് എനിക്ക് പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ ഈ 500 പേർക്കും ഈ 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് ഏറ്റവും ഒടുവിലാണ് എനിക്ക് ദൈവം പ്രത്യക്ഷനായ. അപ്പൊ എന്റെ സ്ഥാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. ദമസ്കോസിന്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദമസ്കോസിൽ വെച്ച് ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ് യേശു. ഹല്ലേലൂയ. നീ ആരെ കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ.
ആ 9-ാം അധ്യായത്തിൽ വെച്ച് ഹല്ലേലൂയ അനനിയാസ് വന്ന് ഹല്ലേലൂയ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പൽ ഇറ്റി വീണ് അവൻ വിശ്വാസപ്രകാരമേറ്റ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള മൂപ്പന്മാരിൽ നിന്നുള്ള പത്രവുമായി വന്ന എന്നെ ദൈവം പിടിച്ച് ഹല്ലേലൂയ ദൈവഭാഗത്താക്കി ഞാൻ ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് എന്നെ ശിഷ്യൻ എന്ന് വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. എത്ര ഹമ്പിളാണ് പൗലോസ് നോക്കി. നമ്മളായിരുന്നു അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല, ദൈവദാസൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാണ്. പൗലോസ് പറയാണ്, എങ്കിലും ഞാൻ ആയിരിക്കുന്നത് കൃപയാണ്. ഞാൻ ഈ ആയിരിക്കുന്നത് എല്ലാം ഉണ്ടല്ലോ കർത്താവേ, എന്റെ ഒരു കഴിവല്ല, എന്റെ ഒരു മിടുക്കല്ല. ആ കാലത്ത് മഹാപണ്ഡിതനാണ് പൗലോസ്. എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, അരാമി ഭാഷ പണ്ഡിതനാണ്. അതിൽ കപ്പൽ പ്രമാണിയാണ്. വളരെ സമ്പന്നനായ ആ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ജ്ഞാനിയായ ലോകപ്രകാരമുള്ള ജ്ഞാനിയായ പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഇപ്പോഴായിരിക്കുന്നത് എല്ലാം കർത്താവിന്റെ കൃപയാണ്. എന്നെ ഒരു ദൈവദാസനെ വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് എന്ന് പറയുക. അത്രയ്ക്കും ദൈവം അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗീയ ദർശനങ്ങളെ കണ്ടിട്ട് അവൻ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തിലുള്ളതെല്ലാം എന്താണ്? ചപ്പും ചവറുമാണ്. എനിക്ക് ഈ ജഡത്തിൽ നിന്ന് വിട്ട് എന്റെ യേശുവിനോട് ചേർന്ന് യേശുവിനോടുകൂടെ രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ 74 മൂപ്പന്മാര് ദൈവത്തെ ആരാധിക്കും പോലെ എനിക്ക് ആരാധിക്കണം. ഹല്ലേലൂയ. അത് മാത്രമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഈ പൗലോസ് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവന് യോഗ്യതയുണ്ട്, അവനെല്ലാം കഴിവുമുണ്ട്. ആ കഴിവുള്ളവരായ പൗലോസ് പറയുകയാണ്, അവൻ എന്നോട് എന്റെ കൃപ നൽകും. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൽ നിന്ന് ഒരു റിപ്ലൈ അവന് കിട്ടിയത്. റിപ്ലൈ എന്താണ് കിട്ടിയത്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത പ്രശംസിക്കുന്നു. എന്റെ ബലത്തിലല്ല ഞാൻ പ്രശംസിക്കുന്നത്, ബലഹീനതയിലാണ്. ഐ നോട്ട് പ്രൈസ് മൈ സ്ട്രെങ്ത്. ഞാൻ എന്റെ ബലത്തിലല്ല പ്രശംസിക്കുന്നത്, ഞാൻ എന്റെ ബലഹീനതയിലാണ് പ്രശംസിക്കുന്നത്. ആ ബലഹീനതയില് മാത്രം പൗലോസ് പറയാണ്, ഞാൻ ശിഷ്യനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ഒന്നിനും യോഗ്യനല്ല. എനിക്ക് ഒരു കഴിവുമില്ല. ഞാൻ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് എന്ന് സ്വയമേ പറയുകയാണ് ദൈവത്തിന്റെ സന്നിധി. ആ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ദൈവം പറഞ്ഞു, യേശു പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ മതി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പൗലോസ് പ്രാർത്ഥിച്ചില്ല. വീണ്ടും നമ്മൾ ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല പൗലോസ് വീണ്ടും ഉപവാസം എടുത്ത് വീണ്ടും ദൈവവചനം എന്റെ ഈ രോഗം മാറ്റിത്തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മുടെയൊക്കെ ദൈവമക്കൾക്ക് മുഴുവനും പെർഫെക്റ്റ് ആയിട്ട് ആരും ഈ ലോകത്തിൽ ഇല്ല. നമുക്കൊക്കെ ഓരോ കുറവുകളുണ്ട്. എന്തിനാണ് ദൈവം ഈ കുറവുകളെ ദൈവം അറിഞ്ഞിട്ടാണ് ഈ കുറവുകളെ വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ കുറവുകളെ വെച്ചിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്ത് അഹങ്കരിച്ചു പോകരുത്. അഹങ്കരിച്ചു പോയാൽ ശലോമോനെ പോലെ ദൈവം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പോകും? നരകത്തിലേക്ക് പോകും. ദൈവത്തിന് ഒരാഗ്രഹമേ ഉള്ളൂ, നമ്മളെ സ്വർഗത്തിൽ കാണണം. നമുക്ക് എല്ലാ ദാനങ്ങളും കൊടുത്തിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി നരകത്തിൽ കാണണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എവിടെയാണ്? തന്നോടൊപ്പം സ്വർഗത്തിൽ കാണണം. സ്വർഗമുണ്ട്, നരകമുണ്ട്, നമുക്ക് ഒരു ന്യായവിധിയുണ്ട്. ഇത് 3 ദൈവം നമുക്ക് വെച്ചിട്ടുള്ളതാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്. വിശുദ്ധ ബൈബിൾ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവൃത്തിയുടെ പുസ്തകങ്ങളെ തുറന്ന് ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കുറവുള്ളവനായി കാണുമോ എന്നാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയില് നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് ആ തെറ്റുകളെ ഏറ്റുപറയുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം അതെല്ലാം പൊറുക്കുവാൻ ദൈവം സന്നദ്ധനാണ്. ദൈവങ്ങളെ നമ്മുടെ ജീവിതയാത്രയില് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളൊരു വിശുദ്ധനായി ജീവിക്കണം.
എന്താണ് വിശുദ്ധൻ? ഒരാൾ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിലെ മാലിന്യം പറ്റാതെ തന്നെ തന്നെ സൂക്ഷിക്കുകയും അനാഥരെയും വിധവയെയും അവരുടെ പ്രയാസത്തിൽ അവരെ ചെന്ന് കാണുകയും ചെയ്യുന്നവനാണ് വിശുദ്ധൻ. നമുക്ക് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അവസാനം. പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകും. അത് പിതാവായ ദൈവത്തിന്റെ മുമ്പിലുള്ള ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. ഒരാള് പിതാവായ ദൈവം നമ്മളെ ഭക്തൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിന്റെ കളങ്കം പറ്റാതെ നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കണം. 1. 2, അനാഥർക്കും വിധവമാർക്കും അവരെ സങ്കടത്തിൽ നിന്ന് കാണുവാന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് വേണ്ടി കൈത്താൻ കൊടുക്കണം. അവർ കുരുടരായിരിക്കുമ്പോൾ അവർക്ക് വഴികാട്ടിയായിരിക്കണം. നമ്മൾ അവർക്ക് അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം, എല്ലാം ആയിരിക്കണം. അവരെ നമ്മൾ സഹായിക്കുമ്പോഴും ലോകത്തിന്റെ കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാസൂക്ഷിക്കുമ്പോഴുമാണ് നമ്മൾ ആരായിരിക്കുന്നത്? യഥാർത്ഥ ഭക്തൻ. ആരുടെ മുമ്പിൽ? പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഭക്തനാണ്. അതാണ് ഇയ്യോബ് തന്റെ പുസ്തകത്തിലെ 29-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ കുരുടന് കണ്ണ്. യോബ് തന്നെ പറയുകയാണ്, ഞാൻ കുരുടന് കണ്ണില്ലാത്തവന് ഞാൻ കണ്ണാണ്, മുടന്തന് കാലാണ്, മുടന്തനായിരിക്കുന്നവന് ഞാൻ കാലാണ്, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ യോബ് ചെയ്തുകൊണ്ടാണ് യോബിനെ പറ്റി ദൈവം സാക്ഷ്യം പറഞ്ഞത്, നിഷ്കളങ്കനും നീതിമാനും എന്റെ ദോഷം വിട്ടവനുമായ എന്റെ ദാസനായ യോബിന് മേലോ നീ ദൃഷ്ടി വെച്ചത്. അപ്പൊ യോബിനെ പറ്റി ദൈവം സാക്ഷ്യം പറയുന്നത് എന്താണ്? നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകന്നവനുമായ എന്റെ ദാസനായ യോബിന്റെ മേലോ നീ ദൃഷ്ടി വെച്ചത്. അങ്ങനെ ദൈവം സാക്ഷ്യം പറയണമെങ്കിൽ ഇവരാരായിരിക്കണം? അവർ ഭക്തനാണ്. ഒരാൾ ഭക്തനാവണമെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുക. 2, അനാഥർക്ക് വിധവമാർക്ക് അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുവാന്ന് വെച്ചാൽ എന്താണ്? അവരെ സഹായിക്കണം, അവർക്ക് കൈത്താൻ കൊടുക്കണം, അവർ കുരുടന്മാർക്ക് നമ്മൾ കണ്ണായിരിക്കണം. അതാണ് യോബ് പറയുന്നത്, ഞാൻ കുരുടൻ എന്താണ്? കണ്ണായിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നവനാണ് ആര്? പിതാവായ ദൈവത്തിന് മുമ്പിൽ ശരിയായ ഭക്തൻ. ആരാധിക്കുക മാത്രം ചെയ്ത പ്രവൃത്തി വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പൊ നമുക്ക് പ്രവൃത്തി വേണം. ഫസ്റ്റില് നമുക്ക് പ്രവൃത്തി വേണം. അതുകൊണ്ടാണ് വിശ്വാസം, നമ്മളുടെ ജീവിതത്തിലെ വിശ്വാസം വരുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. ആദ്യം വിശ്വാസം വരുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. അതാണ് തീമോഥെയോസിന്റെ ലേഖനം 2 തീമോഥെയോസ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പെടുത്തുകയാണ്. അവിടെ അമ്മയും വല്യാമ്മയെയും പറ്റി പറയുന്ന ലൂയിസും യൂണിക്കയെയും പറ്റി അവിടെ പറയുകയാണ്. ഒന്ന് വായിച്ചേ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോ ആ വിശ്വാസം ഇവന് തീമോഥെയോസിന് വിശ്വാസം ഓതിക്കൊടുത്തത് ആരാണ്? ഏറ്റവും ആദ്യം അവന്റെ വല്യമ്മ, ഗ്രാൻഡ് മദറിന്റെ ഡ്യൂട്ടി എന്താണ്? വീട്ടിൽ വെച്ച് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? വിശ്വാസം പറഞ്ഞു കൊടുക്കണം. അപ്പൊ തീമോഥെയോസിന് വിശ്വാസം പറഞ്ഞു കൊടുത്തത് അമ്മയും വല്യമ്മയും. ആ വിശ്വാസം എന്താണ്? നമ്മുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. പാസ്റ്റർ അല്ല നമുക്ക് വിശ്വാസം പറഞ്ഞു തരേണ്ടത്. അവന് ചൈൽഡ്ഹുഡ് ആയിരിക്കും, ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം എന്ന് കുമാരനാശൻ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വായിക്കണം, ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കണം. അതാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ മോശ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും എന്ത് ചെയ്യണം? നിന്റെ വായിൽ ദൈവവചനങ്ങൾ ഒന്ന് വായിക്കുക. 6-ന്റെ 6. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം,
നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോ നമ്മള് വീട്ടില് അപ്പനും അമ്മയും ഒക്കെ മക്കളോട് സംസാരിക്കേണ്ടത് ദൈവവചനം. അവ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മള് അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഈ ലോകത്തിന്റെ ജ്ഞാനം വേണ്ട എന്നല്ല പറയുന്നത്. ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങള് ദൈവം എന്ത് ചെയ്യണം? നമ്മള് മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തില് എല്ലാ നന്മകളും ദൈവം അവർക്ക് കൊടുക്കും. അപ്പോ അത് വല്യമ്മയും, ഇവിടെ നമ്മൾ തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ തീമോഥെയോസിന് വല്യമ്മയും അമ്മയുമാണ്. ആ വല്യമ്മയും അമ്മയും ലോവീസും യൂണിക്കയും അവര് രണ്ടുപേരും തീമോഥെയോസിന് എന്ത് ചെയ്യാണ്? ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്യണം. വചനം ഇങ്ങനെ ഓതി വചനം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചാണ് വിശ്വാസം മുഴുവനും വീട്ടിൽ വെച്ച് ഫൗണ്ടേഷൻ, ഫണ്ടമെന്റൽ, അടിസ്ഥാനപരമായ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടേണ്ടത് നമ്മുടെ വീട്ടിൽ വെച്ചാണ്. ആ സ്റ്റോൺ ഇട്ട് അവർ വളർന്ന് വലുതായി വരികയാണ്. അങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ ലോകത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രവൃത്തിയാണ്. പിന്നെ അവർ പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ആൽഫയും ഒമേഗയുമായ ദൈവത്തെ അവർ സ്തുതിക്കുകയും ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തില് വീടിന്റെ തുടക്കം മുതൽ നമ്മൾ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ കരം എന്താണ്? തീരെ ചെറുതാണ്. ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കാൻ ദാവീദിന്റെ അപ്പന് കഴിയോ? ഇല്ല. ഒരാട്ടിടയനായ മകനെ പിടിച്ച് രാജാവാക്കാൻ അപ്പന് കഴിയോ? സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷെ അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ വനാന്തരത്തിൽ ഇരുന്ന് ഒരുത്തൻ എന്നെ ആരാധിക്കുന്നു കണ്ടു. അവനെ പൊക്കിയെടുത്ത് ഇസ്രായേലിന്റെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുകയാണ്. യോസഫിനെ ഈജിപ്തിലെ രണ്ടാമനാക്കുവാൻ യാക്കോബിന് കഴിയില്ല. യാക്കോബിന്റെ കരത്തിന് ആ ശക്തിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ യാക്കോബിന്റെ വേറെ മക്കളെ യാക്കോബാക്കിയ. പക്ഷേ യോസഫിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നുള്ളൂ. യോസഫ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യോസഫിനോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരുന്നു. നാം ഒരു വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ ആ വ്യക്തി നമ്മളോട് സംസാരിക്കണം. നമ്മൾ സംസാരിച്ചാലേ ആ വ്യക്തി നമ്മളോട് സംസാരിക്കൂ. ദൈവത്തെ കാണുമ്പോൾ മുഖം കറുപ്പിച്ചു പോകുന്നവനോട് ദൈവം സംസാരിക്കില്ല. നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ അതാണ് ഏലി പുരോഹിതനും ശൗമേലും ബാലനും ദൈവാലയത്തിൽ ഇരുന്നപ്പോൾ ആരോടാണ് സംസാരിച്ചത്? ശൗമേൽ ബാലന്റെ അടുത്ത് വന്ന് ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഏലി പുരോഹിതൻ പണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ളവനാണ്. ഹല്ലേലൂയ. ശൗമേലോട് പറയാണ്, ബല അടിയനിതാ എന്ന് പറയണം. അങ്ങനെ കേൾക്കുമ്പോൾ അത് എന്താണെന്ന് നീ എന്നോട് പറയണം. ഏലി പുരോഹിതന് അറിയാം ദൈവത്തിന്റെ ശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നതെന്ന്. ശൗമേലിന് അറിയില്ല. അവൻ ബാലനാണ്. പക്ഷേ ശൗമേൽ ബാലനോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയില് നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ദൈവത്തോട് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവൻ ഒരിക്കൽ സംസാരിച്ചാൽ ദൈവത്തെ നമ്മൾ പഠിപ്പിക്കുവാൻ പോകരുത്. ദൈവത്തോട് നമ്മൾ പറയാം, അത് വേണ്ട, എനിക്ക് ഇത് വേണമെന്ന് പറയരുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആണ്. നമ്മുടെ കഴിവും നോക്കിയാണ് ദൈവം നമുക്ക് തരുന്നത്. നാം ആരാണെന്ന് നമ്മെ പറ്റി വളരെ നന്നായിട്ട് ഈ ലോകത്തിലുള്ള ആർക്കും നമ്മെ മുഴുവനായിട്ട് അറിയുവാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമാണ് നമ്മെ മുഴുവനായി അറിയുന്നത്. നമ്മുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഞാൻ ആരായിരുന്നു, നാളെ എന്താകും എന്ന് ആൽഫയും ഒമേഗയുമായ ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം നമ്മളെ എന്താ അറിയാം? നന്നായി അറിയുന്ന ദൈവമാണ്. അപ്പൊ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഉപവസിച്ചു പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുന്നവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പൗലോസ് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസന് തന്റെ രോഗം മാറ്റി കിട്ടുവാൻ ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. അത്രയ്ക്കും കൃപാവരമുള്ള ഒരു ദൈവദാസൻ, അത്രയ്ക്കും വിദ്യാപണ്ഡിതനായ ദൈവദാസൻ. പക്ഷേ അവൻ പറയുകയാണ്, ഞാൻ ഒന്നുമല്ല കർത്താവേ, ഞാൻ നിന്റെ കൃപ മതി എനിക്ക്. ഞാൻ എന്നെ ദൈവദാസൻ എന്ന് എന്നെ വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. നിങ്ങളിൽ ഏറ്റവും ചെറിയവനാണ് ഞാൻ. അങ്ങനെ പറഞ്ഞ പൗലോസിന് ദൈവം പറഞ്ഞു, ഈ മുള്ള് നിന്റെ കയ്യിലിരിക്കട്ടെ, ഈ മുള്ള് നിന്നെ കുത്തിക്കൊണ്ടിരിക്കട്ടെ.
അങ്ങനെ നീ കുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്നോട് ചേർന്നിരിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആഗ്രഹം നാം ദൈവത്തിന്റെ യോഹന്നാൻ ദൈവത്തിന്റെ മാറിൽ ചാരിയിരുന്നതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തവനാണ് ദൈവമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിരുന്നു. അപ്പോ ഒരമ്മ, ഈ ലോകത്തിലെ അമ്മകൾ പലരും തൻ സ്വന്തം മക്കളെ മറന്നുപോകും. അപ്പൻ മറന്നുപോകും, ഓരോരുത്തരും മറക്കും, നമ്മുടെ കൂട്ടുകാർ മറക്കും, സ്വന്തക്കാർ മറക്കും. പക്ഷെ മറക്കാത്തവൻ ദൈവമാണ്. ആ ദൈവത്തെ മാത്രമാണ് നമ്മൾ സേവിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് ആരാണ് ഭക്ഷണം തരുന്നത്, ആരാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കുറിവാക്യത്തിലേക്ക് വരാം. അന്ന് ജനങ്ങൾക്ക് മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബിനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുത്, അല്ലെങ്കിൽ ഒരു നാളും ലോകത്തിന്റെ സന്തതി പരമ്പര ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് ദൈവം പറയുകയാണ്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് ബിലിയാമിനെ കൂലിക്ക് വിളിക്കുകയാണ്. ദൈവമക്കളെ ശപിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചെന്താണ്? ശപിക്കുവാനല്ല, അനുഗ്രഹിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ച ദൗത്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവമക്കളുടെ കാര്യം, നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ കാര്യം നോക്കിക്കൊള്ളും. നീ പോകുമ്പോൾ ആരാണ് നിനക്ക് ഭക്ഷണം തരുന്നത്, ആരാണ് നിന്നെ നോക്കുന്നത് എന്ന് ദൈവം ഹല്ലേലൂയ നോക്കിക്കൊള്ളും. നിനക്ക് വേണ്ടി ആരും തുറന്നില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ദൈവമുണ്ട്. കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുവാൻ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയില് ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് അവന്റെ വചനത്തെ മാത്രം മുറുകെ പിടിച്ച് ഹല്ലേലൂയ ദൈവത്തോട് മറുതലിച്ച് നിൽക്കാതെ അവനോട് അവൻ പറയുന്നത് അതേപോലെ കേട്ട് ഹല്ലേലൂയ തർക്കിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മൾ ജീവിക്കുന്നു എങ്കിൽ അമ്മയെക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി ദൈവം നമ്മെ സ്നേഹിക്കും, ദൈവം നമ്മളെ വഴിനടത്തും, ദൈവം നമുക്ക് വേണ്ടിയുള്ള എല്ലാ നന്മകളും ദൈവം തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിന്റെ ഒരു ഭക്തനായി ജീവിക്കുക, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക. ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ തെറ്റിപ്പോയി എങ്കിൽ തിരിച്ചു വരുവാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കുക. ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ജീവിതത്തിൽ ദൈവം നമുക്ക് തരും. യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു, ദൈവം നമുക്ക് യോസഫിന്റെ ശ്രേഷ്ഠമായത് കൊടുത്തു. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു, ശ്രേഷ്ഠമായത് കൊടുത്തു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് കൊടുത്തു. മോശ, യോശുവ, അതേപോലെ പഴയ ദൈവത്തിലെയും പുതിയ ദൈവത്തിലെയും പ്രവാചകന്മാരെയും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം അവർക്കൊക്കെ ശ്രേഷ്ഠമായത് കൊടുത്തു. അവരൊക്കെ ദൈവം പറഞ്ഞത് അതേപോലെ അനുസരിച്ചു. ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാതെ, ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ സൃഷ്ടാവാണ് ദൈവം. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പാട്ട് നിന്നതല്ല